നേഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി ഗോപൻ. സർക്കാർ സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീണ് അപകടം. 4 കുട്ടികൾക്ക് ദാരുണാന്ത്യം. സർക്കാർ സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീണുണ്ടായ അപകടത്തിൽ 4 വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടമായി. രാജസ്ഥാനിലെ ഝൽവാർ ജില്ലയിൽ പിപ്ലോഡി ഗ്രാമത്തിലെ UP സ്കൂളിലാണ് അപകടമുണ്ടായത്. കുറച്ചു കുട്ടികൾ തത്സമയം മരിച്ചതായും നിരവധി കുട്ടികൾ അടിയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായുമാണ് പ്രാഥമിക വിവരം പുറത്തുവന്നത്. സംഭവം നടന്നയുടൻ രക്ഷാസേനയും ഗ്രാമീണരും ചേർന്ന് JCB ഉപയോഗിച്ച് സ്ഥലത്തെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തു. പരിക്കേറ്റ കുട്ടികളെ സമീപത്തുള്ള മനോഹർ താണ കമ്മ്യൂണിറ്റി ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് ചികിത്സ നൽകി. എത്ര പേർക്ക് കൃത്യമായി പരിക്കേറ്റെന്ന് വ്യക്തമല്ലെങ്കിലും കുറച്ചു പേർക്കെങ്കിലും ഗുരുതര പരിക്കേറ്റിട്ടുണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പോലീസും ജില്ലാ ഭരണകൂടവും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. സർക്കാർ സ്കൂൾ തകർന്നു വീണ വിവരം അറിഞ്ഞതായും മരണമടഞ്ഞ കുട്ടികളുടെ ശാന്തിക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായും പരിക്കേറ്റവർക്ക് വേഗം രോഗം ഭേദമാകട്ടെ എന്നും മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. അപകടത്തിന്റെ കാരണമറിയാൻ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യം. വയനാട് വാഴവറ്റ കരിങ്കണ്ണിക്കുന്നിൽ കോഴിഫാമിൽ നിന്ന് ഷോക്കേറ്റ് സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യം. പൂവന്നിക്കും തടത്തിൽ അനൂപ്, ഷിനു എന്നിവരാണ് മരിച്ചത്. മൃഗങ്ങളെ തടയാനായി സ്ഥാപിച്ച വൈദ്യുതി വയറിൽ നിന്നാണ് ഷോക്കേറ്റത്. സ്ഥലത്ത് KSEB ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. കരിങ്കണ്ണിക്കുന്നിൽ പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് അനൂപും ഷിനുവും കോഴിഫാം നടത്തിയിരുന്നത്. നായ ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടെ ശല്യമുണ്ടായിരുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ സ്ഥാപിച്ച വൈദ്യുതി ലൈനിൽ നിന്നാണ് ഷോക്കേറ്റത്. ഇന്ന് രാവിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇരുവരും മരിച്ചു. മൃതദേഹം കൽപ്പറ്റയിലെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി. ഇഞ്ചി കൃഷി ചെയ്ത് നഷ്ടം സംഭവിച്ചതോടെയാണ് ഇരുവരും വളർത്തുകോഴി കൃഷിയിലേക്ക് മാറിയത്. KFC ചിക്കന് ഡിമാൻഡ് കുറയുന്നു. ആഗോള ഭീമനാണ് KFC ചിക്കൻ. ഒട്ടേറെ പേർ KFC ചിക്കൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഓരോ ഔട്ട്ലെറ്റുകളും ഫ്രാഞ്ചൈസികൾ എടുത്തു നടത്തുകയാണ് ചെയ്യുക. എന്നാൽ തുടർച്ചയായി വ്യാപകമായി മോശം ഭക്ഷണം എന്ന പരാതി ഉയർന്നതോടെ KFCയുടെ ഡിമാൻഡ് ഇടിഞ്ഞു. ഇതോടെ സോഷ്യൽ മീഡിയയിലും പത്രത്തിലും പരസ്യം നൽകി ഓഫറുകളോടെ ജനങ്ങളുടെ വിശ്വാസ്യത പിടിച്ചുപറ്റാനുള്ള ശ്രമത്തിലാണ് KFC. നേരത്തെ പാലായിലും എറണാകുളത്തും നിന്നുമാണ് മോശം ഭക്ഷണം നൽകിയെന്ന പരാതി ഉയർന്നത്. പാലായിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയ ഫാമിലിക്ക് ദുർഗന്ധമുള്ള ചിക്കൻ നൽകി. മോശം ഭക്ഷണം കിട്ടിയതോടെ ഉപഭോക്താവ് KFC ജീവനക്കാരെ ചോദ്യം ചെയ്ത വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. പാഴ്സൽ വാങ്ങി അരമണിക്കൂർ പോലും ആയില്ല, അതുകൊണ്ട് കഴിക്കാൻ വൈകിയതിനെ തുടർന്നാണ് മോശമായതെന്ന മറുപടി നൽകേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് യുവാവ് ജീവനക്കാരെ നേരിടുന്നത്. ആരോപണങ്ങൾ KFCയുടെ വിൽപ്പനയെ ബാധിച്ചിരുന്നു. ഇതോടെയാണ് പത്രമാധ്യമങ്ങളിലൂടെ പരസ്യങ്ങൾ നൽകി തുടങ്ങിയത്. മോശമായ ഇറച്ചികളുടെ അളവ് കൂടുമ്പോഴാണ് ഇത്തരം സ്ഥാപനങ്ങൾ അവ കുറഞ്ഞ വിലയിൽ വിറ്റഴിച്ച് മുടക്കുമുതൽ ഈടാക്കുന്നതെന്നാണ് പൊതുവെയുള്ള ആക്ഷേപം. കുറ്റവാളി ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് K. സുരേന്ദ്രൻ രംഗത്ത്. സൗമ്യ വധക്കേസ് കുറ്റവാളി ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ട് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതിൽ സർവത്ര ദുരൂഹതയുണ്ടെന്നും ജയിൽ ചാടിയതാണോ അതോ ചാടിച്ചതാണോ എന്ന് സംശയമുണ്ടെന്നും K. സുരേന്ദ്രൻ ആരോപിച്ചു. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ സമയം, പോലീസിൽ വിവരം അറിയിക്കുന്ന സമയം, ഫെൻസിംഗിലെ വൈദ്യുതി ഓഫ് ചെയ്തതിലെ ദുരൂഹത എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് സുരേന്ദ്രൻ രംഗത്തെത്തിയത്. കൊടും ക്രിമിനൽ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് രാത്രി 1:15. ജയിൽ അധികൃതർ അതറിയുന്നത് പുലർച്ചെ 5:15. പോലീസിൽ വിവരം അറിയിക്കുന്നത് കാലത്തെ 7:15. മതിലിൽ വൈദ്യുതി ഫെൻസിംഗ്. ജയിൽ ചാടുമ്പോൾ വൈദ്യുതി ഓഫ് ചെയ്യപ്പെട്ടിരുന്നു. സർവത്ര ദുരൂഹത. ജയിൽ ചാടിയതോ അതോ ചാടിച്ചതോ? ജയിൽ ഉപദേശക സമിതിയിൽ P. ജയരാജനും തൃക്കരിപ്പൂർ MLA K. സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു. കായിക ലോകം. നീണ്ട 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചുവരവിനൊരുങ്ങി T20 ചാമ്പ്യൻസ് ലീഗ്. പലവിധ പ്രതിസന്ധികളാൽ അനിശ്ചിതമായി നിർത്തിവെക്കേണ്ടി വന്ന T20 ചാമ്പ്യൻസ് ലീഗ് തിരിച്ചുവരവിന്റെ പാതയിൽ. ICC വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് സിംഗപ്പൂരിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ അംഗങ്ങളും വിവിധ രാജ്യങ്ങളിലെ ആഭ്യന്തര 2020 ലീഗുകളുടെ ഫ്രാഞ്ചൈസികൾ ഉൾപ്പെടുന്ന സംഘങ്ങളും ടൂർണമെന്റ് തിരിച്ചു കൊണ്ടുവരാനുള്ള തീരുമാനമെടുത്തു. എല്ലാം പദ്ധതി പ്രകാരം നടന്നാൽ അടുത്ത വർഷം ആദ്യം തന്നെ ലീഗ് പുനരാരംഭിക്കാനാണ് നീക്കം. വേൾഡ് ക്ലബ് ചാമ്പ്യൻഷിപ്പ് എന്ന പേരിലാണ് ലീഗ് പുനരാരംഭിക്കുക എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. ക്യാൻസർ സാധ്യത കുറയ്ക്കാൻ സ്ട്രോബെറി. സ്ട്രോബെറിക്ക് നിരവധി ഗുണങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ട്രോബെറിയിൽ ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്.
ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഹൃദ്രോഗം, ക്യാൻസർ പോലുള്ള രോഗങ്ങളെ തടയാനും സഹായിക്കുന്നു. കൂടാതെ ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ശരീരഭാരം നിയന്ത്രിക്കാനും സ്ട്രോബെറി കഴിക്കുന്നത് നല്ലതാണ്. സ്ട്രോബെറിയിൽ വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. സ്ട്രോബെറിയിൽ ആന്റി ഓക്സിഡന്റുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഇത് ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ തടഞ്ഞ് കോശങ്ങളെ സംരക്ഷിക്കുന്നു. സ്ട്രോബെറിയിലെ നാരുകൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. സ്ട്രോബെറിയിൽ കലോറി കുറവായതിനാൽ ശരീരഭാരം നിയന്ത്രിക്കുന്നു. സ്ട്രോബെറിയിൽ നാരുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് ദഹനത്തിന് വളരെയധികം സഹായകമാണ്. സ്ട്രോബെറിയിൽ അടങ്ങിയിട്ടുള്ള ചില സംയുക്തങ്ങൾ ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. തേർഡ് ഡിവിഷന്റെ ഇന്നത്തെ വാർത്തകളുടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.